എനിക്ക് ആ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഈ മീഡിയകളിലൂടെ ഒക്കെ ഷെയ്നെ കുറിച്ചൊക്കെ എനിക്ക് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഇത് എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ലോകം പറഞ്ഞുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നെ ഇതൊരു ലിഖിതമായ നിയമങ്ങളില്ല. എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആയതുപോലെ നമ്മളെ വഴി തിരിച്ചു വിടാനും അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമുക്കൊരു വീഴ്ച ഉണ്ടാവും. ഷൈൻ്റെ കരിയറിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കഥാപാത്രം ഏതാ? അതുപോലെ എന്തുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആവുന്നത്? ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ കുമ്പളങ്ങി നെച്ചിലെ ബോബി എന്ന ക്യാരക്ടറാണ്. അത് സ്പെഷ്യൽ ആവുന്നത് എനിക്ക് തോന്നുന്ന ബോബിയുടെ മൈൻഡ് സെറ്റുമായിട്ട് കുറച്ചും കൂടെ ഒരു പരിധി വരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പകുതി എന്നുള്ളത് മുഴുവനായിട്ടല്ല. മേ ബി അതുകൊണ്ടായിരിക്കും. സാർ 10 years ആയിട്ടും മൂവി ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ? അപ്പൊ ഇപ്പോഴാണ് സാറിന്റെ ഫേസ് ഒക്കെ ഒന്ന് റിവീൽ ആയി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണ് വരുന്നത്? ഞാൻ സിനിമയുടെ ഒരു കർട്ടൻ്റെ പിന്നിലാണ് നിൽക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ്, നമുക്ക് അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവാനുള്ള സമയമില്ല. പിന്നെ സിനിമ നമുക്കൊരു പാഷനാണ്. സിനിമ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും വളരെ കുറവ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ സിനിമയോടുള്ള അങ്ങനെ ഒരു ഇഷ്ടമാണ് നമ്മൾ ഈ പ്രൊഡ്യൂസർ എന്നുള്ളതൊക്കെ ഇൻഡസ്ട്രിയായിട്ടൊക്കെ സിനിമയിലേക്ക് ചെന്ന് വിട്ടത്. പക്ഷേ നമ്മളിപ്പോഴും പാട്രിയറ്റിലാണ്. ശരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പടം ഭാസ്കർ റാസ്കലാണ്. അതിനുശേഷം കൊണ്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും താങ്ക്സ് കാർഡിലെ പേര് വയ്ക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അതിനകത്ത് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പേര് വയ്ക്കാനും മറ്റുള്ളതൊന്നും ആഗ്രഹിക്കാറില്ല. അതാണ് എൻ്റെ ഒരു ഈ ഫേസ് കാണുമ്പോൾ റോഷൻ ബഷീർ എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ദൃശ്യത്തിലെ വരുണാണ് കറക്റ്റ് ഫേസ് ഓർമ്മ വരുന്നത്. സോ ദൃശ്യത്തിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയും? നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ദൃശ്യത്തിലെ ഞാൻ ചെയ്ത സോക്കോൾഡ് വരുൺ പ്രഭാകരൻ്റെ കഥാപാത്രം എന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ കഥാപാത്രം മാത്രമേ അറിയുള്ളൂ. ഇതിൽ ലാലേട്ടൻ്റെ ഒരു സിനിമയാണ്, ആൻ്റണി പെരുമ്പാവൂരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറൊന്നും. ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം മാത്രമേ എനിക്കറിയുള്ളൂ. ഇതെങ്ങനെയാണ് ഈ കഥാപാത്രം സിനിമയിൽ ചുറ്റി പറ്റുന്നതെന്ന് സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഞാനത് മനസ്സിലാക്കിയത്. പിന്നീട് ആ കഥാപാത്രം ദൃശ്യം സിനിമയോളം വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദൃശ്യം ആഘോഷിക്കപ്പെടുന്ന പോലെ ഈ കഥാപാത്രം ആഘോഷിക്കപ്പെടാറുണ്ട്. എല്ലാ വർഷവും 2-ാം തീയതി കൃത്യമായിട്ട് രാവിലെ 10 മണിക്ക് എനിക്കത് അയച്ചു തരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെ പറയാം. കാരണം ഒരുപാട് എൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ എൻ്റെ ഒരു ഏജിൽ തന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇന്ന് മലയാള സിനിമയിൽ. കാരണം അവർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഇത്രയും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയ സിനിമയിലെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് കിട്ടിയത് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ റിയലി ഫോർച്ചുനേറ്റ്. പിന്നെ അതിൻ്റെ സീക്വൽസ് ഇറങ്ങി, 2 ഇറങ്ങി, 3 ഇറങ്ങി. ഇതൊക്കെ ഇറങ്ങുമ്പോഴും ഞാൻ അതിലില്ല. അതിൽ ഇൻവിസിബിളായിട്ട് മാത്രമേ ഞാൻ അതിലുള്ളൂ. പേര് കൊണ്ടും ആ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടും മാത്രമേ ഞാൻ അതിലുള്ളൂ. ബട്ട് സ്റ്റിൽ ഇപ്പം സിനിമ സക്സസ് ആകുന്ന കൂടെ തന്നെ ആ കഥാപാത്രം വളരുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ്, ആർട്ടിക്സ്, പറവ, ഈ 3 മൂവീസും ഭയങ്കര ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഷൈൻ? എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് സ്കൂളിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ സിനിമയിലുള്ള വളരെ കുറച്ച് സുഹൃത്തുക്കൾ. ഒരുപാട് പേരില്ല, എണ്ണത്തിൽ കുറവാണ്. പക്ഷെ അവരൊക്കെ ആയിട്ട് എപ്പോഴും ഒരു നല്ലൊരു ബന്ധം എപ്പോഴും ഉണ്ട്. കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റേഴ്സും മദറുമാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. സാർ ഒരു ബിസിനസ്മാൻ ആണ്, മൂവി പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, ഒരു ആക്ടറാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഏതാണ്? എൻജോയ് ചെയ്യുക ബിസിനസ് തന്നെ. ഷൈൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. സോ സാറ് ഷൈനായിട്ടുള്ള നെക്സ്റ്റ് പ്രോജക്റ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഷൈനെ ഇപ്പോൾ അടുത്താണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഈ മീഡിയകളിലൂടെ ഒക്കെ ഷൈനെ കുറിച്ച് കേട്ടു. എനിക്ക് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കാര്യം, ഷൈൻ ഭയങ്കര ഡൗൺ ടു എർത്താണ്. ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണോ നമ്മൾ പല രീതിയിൽ കേട്ടേക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാം. ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം
ഷൈൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴും ഇവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് പങ്കെടുത്തപ്പോഴൊക്കെ എന്നെ അറിയുന്ന പല ഫ്രണ്ട്സും എന്നോട് ചോദിക്കും, പുള്ളി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരാളാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ്. ഇത് എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ലോകം പറഞ്ഞുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇൻഡസ്ട്രിയിൽ പരിചയപ്പെട്ട ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഷൈന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷൈനായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഷൈൻ്റെ ഡാൻസിനോടുള്ള പാഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ആക്ടിംഗ് ആണോ കൂടുതൽ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ഡാൻസിങ് ആണോ? ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ ഒരു റിയലിസ്റ്റിക് സ്വഭാവമുള്ള സിനിമകളായിരുന്നു. അപ്പോൾ അതിലൊരിക്കലും ഡാൻസിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് 2007 സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പോകുന്ന സമയം മുതൽ ഡാൻസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ സിനിമയിലേക്ക് പിന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് സ്വഭാവമുള്ള സിനിമകൾക്ക് ഒരിക്കലും പാട്ടിന് സ്കോപ്പില്ല. പാട്ട് തന്നെ ഉണ്ടെങ്കിൽ പോലും ഡാൻസിന് ഒട്ടും തന്നെ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്നൊരു വേറിട്ടൊരു സിനിമ ചെയ്തത് RDX ആയിരുന്നു. അതിലെ ഡാൻസും നീലനിലവ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെ പോകുമ്പോഴും ആ പാട്ടിനൊരു സ്വീകാര്യത ഉണ്ട്, ഡാൻസിനുണ്ട്. ഇതിൽ ഏതാ എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എൻജോയ് ചെയ്യും. കാര്യം രണ്ടും ഈക്വലി, ഇപ്പോൾ അഭിനയമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഈക്വലി എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. റോഷന്റെ പുതിയ അപ്കമിങ് പ്രൊജക്ട്സും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു ഒരു മലയാളത്തിൽ അത്യാവശ്യം നല്ലൊരു ബാനറിലൊരു സിനിമ ചെയ്തിരിക്കുകയാണ്. അത് റീച്ചൽ എന്നാണ് സിനിമ. ആനന്ദനി ബാല എന്ന് പറയുന്ന ഒരു ഡെബ്യൂട്ടാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷൈൻ ചേട്ടനാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അത്യാവശ്യം മലയാളത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഹണി റോസിൻ്റെ പേരായിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പം എനിക്ക് പേഴ്സണലി ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അതായത് എന്നെ കണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഈ കുറച്ച് ചോക്ലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നേച്ചറിലുള്ള കുറേ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആസ് ആൻ ആക്ടർ നമുക്കത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ എന്ത് കൊടുക്കാൻ പറ്റും? നമ്മളുടെ അതർ സൈഡ് ഓഫ് ദി കോയിൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേറൊരു വശമുണ്ട്. അത് നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലുള്ള കഥാപാത്രം ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു ക്യാരക്ടറാണ് നിക്കോളാസ് എന്ന് പറയുന്ന റേച്ചലിൻ്റെ കഥാപാത്രം. അതാണ് ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമ. പിന്നെ ഇപ്പോൾ തെലുങ്കിൽ ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. കാരണം ദൃശ്യത്തിന് തെലുങ്ക് ഞാൻ ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം മലയാളത്തിൽ സിനിമകൾ കുറവായിരുന്നെങ്കിലും തെലുങ്കിലൊക്കെ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അവിടെ ഒരു ബിഗ് ബാനറിലൊരു സിനിമയൊക്കെ ചെയ്തു. അഗത എന്നാണ് സിനിമയുടെ പേര്. അതൊരു ഹൊറർ ഫിലിം, കംപ്ലീറ്റ്ലി ഒരു ഹൊററാണ്. അതിൽ മെയിൻ ലീഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇനി ഇറങ്ങാൻ റിലീസിനുള്ള സിനിമകൾ. സാർ മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ മൂവി? പുതിയ തമിഴിലൊക്കെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പല ഡിസ്കഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. സാറിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഇനി മട്ടാഞ്ചേരി മാഫിയാണല്ലോ. സോ അതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഇറങ്ങിയ സിനിമയിൽ ഭയങ്കരമായിട്ട് ആളുകൾ പ്രതീക്ഷയോട് കൂടി ഇടുന്ന ഒരു സിനിമയാണ്. കാരണം പാട്രിയേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അതിനെ പ്രതീക്ഷയോട് ഇരിക്കുന്നുണ്ട്. അടുത്ത സിനിമയ്ക്ക് ഞാൻ അത്രയും പ്രതീക്ഷ കൊടുക്കാൻ പറയുന്നില്ല. അപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്ന് വരുമ്പോൾ അതായിരിക്കും സക്സസ്. ഷൈൻ ഓൺ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി കൊണ്ടുവരാണെങ്കിൽ മലയാളത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരാം? ശരിക്കും പറഞ്ഞാൽ കോവിഡ് ടൈമിൽ ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു. സിനിമയുടെ ഒരു ഭൂതകാലം എന്നായിരുന്നു അത്. അൻവർ റഷീദ് അമ്പുക്കാട് വൈഫിൻ്റെ ബാനറിലും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്. അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറച്ചൊരു പരിധി വരെ കിട്ടി. പക്ഷെ അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തതെല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ലാസ്റ്റ് എൻ്റെ ഒരു 1-2 റിലീസിന് ശേഷം ഇപ്പോൾ മൾട്ടി ചെയ്യുന്ന സമയത്ത് സന്തോഷേൻ്റെ കൂടെ കുറച്ചധികം കാര്യങ്ങൾ ട്രാവൽ ചെയ്തിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ പഠിക്കാൻ പറ്റി, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഈവൻ ഹാൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്ന ഒരു ബേസ് എക്സ്പീരിയൻസ് വൈസ് എനിക്ക് ഉള്ളൊരു പ്രൊഡക്ഷൻ പരമായിട്ടുള്ളൊരു അറിവ്. പിന്നെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ സ്ക്രീനിൻ്റെ ഉള്ളിൽ എത്ര മാക്സിമം സ്പെൻഡ് ചെയ്യാമോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്ക്രീനിൻ്റെ പുറത്താണ് പലപ്പോഴും പല സിനിമകൾക്കും വലിയ വലിയ മുടക്കുകൾ വരുന്നത്. അത് എത്രത്തോളം ആ സിനിമകൾ അനിവാര്യമാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. അതെപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അറിയില്ല, ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ. ആ സമയത്ത് ഇതെല്ലാം കൂടെ വന്നിട്ട് സംഭവിക്കലാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയത്തിരിക്കാൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് ഒരുപാട് പ്രാക്ടിക്കൽ ലോജിസ്റ്റിക്സ് ഉണ്ട്. പല ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് വരും. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ആയി വന്നാലാണ്
പലപ്പോഴും പല സിനിമകളും നടക്കുള്ളൂ. പക്ഷേ ഇതിൽ ബേസിക്കായിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് ഓരോ സിനിമകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ സീക്വൻസുകൾ ഉണ്ടാവും. അത് മാക്സിമം നേരത്തെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ബഡ്ജറ്റ് സ്കേർസിറ്റി പൊതുവെ വരും. അപ്പം അതിനെ നമുക്ക് ഒരു പരിധി വരെ നേരിടാൻ പറ്റും. മെയിൻ ഇമ്പോർട്ടൻറ്റ് സീക്വൻസുകൾ നമ്മൾ തുടക്കം തന്നെ തീർത്താൽ പിന്നെ നമുക്ക് വരുന്ന ഏരിയാസ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇനി വരുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ റോഷന്റെ ഫേസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇപ്പം ഇതിന്റെ സെക്കൻഡ് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫിനോടായിരിക്കില്ല ഈ ചോദ്യം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്നോടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. കാരണം ഞാൻ അതിൽ തിരിച്ചു വരുമോ, അതായത് എങ്ങനെയായിരിക്കും ആ വരുൺ പ്രഭ എന്ന കഥാപാത്രം സിനിമയിൽ വരുന്നത്, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ മരിച്ചുപോയി, പിന്നെ അതിന്റെ സീക്വൻസ് വരുമ്പോൾ അത് എങ്ങനെയാണ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡയറക്ടറിന് മാത്രമുള്ള ഒരു ഇമാജിനേഷനിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഭയങ്കര കൗതുകത്തോടെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം എന്നാലും നമ്മൾ ആ ക്യാരക്ടർ ഇമ്പാക്ട് കൊണ്ടായിരിക്കണല്ലോ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. എനിക്കറിയില്ല, ഡെഫിനറ്റ്ലി 4 വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ഇറ്റ് ടേക്സ് ടൈം, ബട്ട് സ്റ്റിൽ 4 വരുമ്പോഴും വീണ്ടും ചർച്ചയാകാൻ പോകുന്ന കഥാപാത്രം തന്നെ നമ്മുടെ ക്യാരക്ടർ ആയിരിക്കും. അറിയില്ല എന്തായിരിക്കും, കാരണം ഇത്രയും മാസ്റ്റർ ബ്രെയിനുള്ള ഒരാളാണ് മൂപ്പർ എങ്ങനെ എഴുതി വെക്കും നമുക്ക് പറയാൻ പറ്റില്ല. So let's wait and see. ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഏത് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ഒരു വിഷ്? ഞാൻ ആ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് 10th പഠിക്കുന്ന സമയത്ത് അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ ആക്ട് ചെയ്തിരുന്നു. അതൊരു ചെറിയ സീനായിരുന്നു. എനിക്ക് അമലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ചെയ്തു. പക്ഷേ ഇത് നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. ഇപ്പം പുതിയതായിട്ട് മൂവിയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലെ, അവർക്കൊക്കെ എന്തൊരു അഡ്വൈസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു വർഷം 100 കണക്കിന് സിനിമകൾ ഇറങ്ങുന്നുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതിൽ വളരെ ചുരുങ്ങിയ സിനിമകൾ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള സക്സസ് എന്ന് കാണാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല, ആരൊന്നും അന്വേഷിക്കാറില്ല. അപ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇതൊക്കെ അന്വേഷിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതെല്ലാം അന്വേഷിച്ചിട്ട് വേണം സിനിമയിലേക്ക് വരാൻ. സിനിമയ്ക്ക് 2 മുഖങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സക്സസ് ആയവരെയും സക്സസ് ആയ സിനിമകളൊക്കെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറം ഈ ഒരു വർഷത്തിൽ തന്നെ 100 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ 1, 2, 3 സിനിമയാണ് സക്സസ് എന്ന് പറയുന്നത്. ബാക്കി അപ്പുറത്ത് ഉള്ള സിനിമകൾ, ഭൂരിഭാഗം സിനിമകളും പരാജയത്തിലേക്കാണ് പോകുന്നത്. അതും വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഫൈനാൻഷ്യലി ഒരുപാട് പേർ സിനിമയിലൂടെ ക്രൈസിസ് അനുഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ചെയ്യണം. എല്ലാ പഴുതുകളും അടച്ചിട്ട് വേണം ചെയ്യാൻ. റോഷൻ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലുണ്ട്. യു ലുക്ക് ദി സെയിം അല്ലെ? അപ്പൊ പുതിയതായിട്ട് മൂവിയിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? ഞാൻ ഈ അഡ്വൈസ് എന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ സെലീംകോട് ഞാൻ ചോദിച്ചത് എനിക്ക് എന്ത് അഡ്വൈസ് തരാൻ പറ്റുക. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അഡ്വൈസ് കൊടുക്കാനൊന്നും അറിയില്ല. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ലോയൽ, ഇത് 2 മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാരണം ഞാനിപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സിനിമകൾ കിട്ടാൻ വളരെ എളുപ്പമുള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ നല്ല സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ഇപ്പോൾ ഷെയ്ൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഷെയ്നൊക്കെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതുപോലെ ഇപ്പം ഓരോ വളർന്നു വരുന്ന ഓരോ യങ്സ്റ്റേഴ്സിനും ആഗ്രഹമുണ്ടാകും നമുക്ക് ഇതുപോലെ കഥാപാത്രങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്കും ട്രൈ ചെയ്യായിരുന്നു എന്ന് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക, ഒരു കോക്കസ് ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്കതില്ലാതെ പോയി. കാരണം വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ കല്യാണം കഴിഞ്ഞപ്പോൾ പ്രാരാബ്ദം പോകുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി. പിന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര പാഷൻ ഉണ്ട്. അത് ഒരു ടൈം പീരീഡ് വരെ അത് സെറ്റിലായിരുന്നു. ബട്ട് നൗ ഐ എം റെഡി ടു മൂവ് ഓൺ. സിനിമകൾ ചെയ്യണം, വലിയ സിനിമകളുടെ ഭാഗമാകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ മുതലാളി ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ കീപ് കോണ്ടാക്ടിങ് പീപ്പിൾ. അല്ലാതെ നമുക്ക് ആരും ഇങ്ങോട്ട് വന്ന് വേഷം തരാൻ പോകുന്നില്ല. പിന്നെ എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. അപ്പം നമുക്കൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഈ 2 കാര്യം തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ അഡ്വൈസ് ഇപ്പൊ മൂവിയിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? അങ്ങനെയല്ല, നമ്മള് അപ്പൊ നമ്മളുടെ മുമ്പിലുള്ള എന്താണോ അത് വളരെ ആത്മാർത്ഥത ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതൊരു ലിഖിതമായ നിയമങ്ങളില്ല. എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആയതുപോലെ വേറൊരാളുടെ ജീവിതത്തിൽ അതേ രീതിയിൽ പോയാൽ വർക്കൗട്ട് ആവണമെന്നുള്ള പോലെ അല്ല സിനിമ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തും. ഓരോരുത്തർക്കും ഓരോ ഡെസ്റ്റിനിയാണ്, ഓരോ വഴികളാണ്. അതെല്ലാം
പക്ഷെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റും നമ്മുടെ മുമ്പിൽ എന്താണുള്ളത് അത് ഏറ്റവും മനോഹരമായി നമ്മളെ കഴിയുന്ന മാക്സിമം ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ചെയ്ത ഒരു കാര്യമായിരിക്കും നാളെ അല്ലെങ്കിൽ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ നമുക്കതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആകുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഷൈന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഷൈന് അഭിനയിച്ച് തകർത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്താൽ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാ കഥാപാത്രവും ഷൈൻ ചെയ്തിരിക്കുന്ന മിക്ക സിനിമകളും, അതായത് 99% സിനിമകളും ഞാൻ കണ്ട സിനിമകളാണ്. അതിൽ ഷൈൻ എല്ലാ സിനിമകളും ഷൈൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ സിസ്റ്റർ വൈഫൊക്കെ ഷൈൻ്റെ വലിയ ഫാനാണ്. അപ്പം നമ്മളിപ്പോൾ ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളറിയാതെ നമ്മളാന്നൊക്കെ നമ്മളത് ചിന്തിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ സിനിമയിൽ ഇൻവോൾവ് ആവുന്നത്. നമ്മളറിയാതെ ആ സിനിമയിൽ പെടും. അപ്പം അങ്ങനെ കഴിവുള്ളൊരു ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. തീർച്ചയായിട്ടും ഷൈൻ ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഇനിയും സമയമുണ്ട്. സാർ ഇപ്പൊ 30 വർഷമായിട്ട് ഖത്തറിലുള്ള ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്. സോ ഇപ്പം ഇനി പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ജനറേഷന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ബിസിനസ്സിൽ നമ്മൾ ഒരു വളരെയധികം ആലോചിച്ചിട്ട് വേണം ഇത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് നമ്മുടെ ബാക്കപ്പ് എന്താണുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് ബാക്കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പോകാം. ആരുടെയും വാഗ്ദാനങ്ങളോ ഓഫറുകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ പറയുന്ന കമന്റോ എടുത്തിട്ട് നമ്മൾ എടുത്ത് ചാടുക. നമുക്ക് ഇതൊരു നെഗറ്റീവായിട്ട് തോന്നിയാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങളിൽ ഇറങ്ങി തിരിക്കാൻ പറ്റൂ. നമുക്ക് നമ്മളോട് പറയാനും നമ്മളെ വഴി തിരിച്ചുവിടാനും അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല. അവിടെ നമ്മൾ തന്നെ ഉണ്ടാവും. അപ്പൊ പറയാറില്ല എന്താണ് സൗന്ദര്യത്തില് ഇന്നലെ എത്ര ആള് സംസാരിച്ചറിയാം സാറിന്റെ കോസ്റ്റ്യൂമിനെ മമ്മൂക്ക വേഷം ഉള്ളിലേക്ക് മടുത്തിരുന്നു.